ഡിജോ കാപ്പൻ, കേരളത്തിലെ ആരോഗ്യമേഖല ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എവിടെയാണ് തകരാറ്? അല്ല, കേരളത്തിന്റെ ആരോഗ്യ മേഖല നമുക്ക് ഈ പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങളെ, വിദേശ രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ ആരോഗ്യരംഗത്ത് വളരെ മുന്നിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ 1, 2, 3 ചിലപ്പോൾ 6 മാസം കഴിഞ്ഞൊക്കെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ വിളിപ്പുറത്ത് തന്നെ ഡോക്ടർമാരെ കാണാൻ പറ്റും. അത് പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും അവിടുന്ന് റെഫർ ചെയ്യുന്നവർ മെഡിക്കൽ കോളേജിലും പോകും. സമ്പന്നരായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിലോട്ട് പോകും. പിന്നെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കേസുകളൊക്കെ ആണെങ്കിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ എപ്പോഴും പറയും കേരളം നമ്പർ 1 ആണ് എന്ന് പറയും. പക്ഷെ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിന്റെ 2024 കണക്ക് പ്രകാരം കേരളം ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നും കൂടെ ആ കണക്കിനകത്തുണ്ട്. ഇങ്ങനെ മുടക്കുന്ന പണത്തിന്റെ 32% മാത്രമാണ് സംസ്ഥാന സർക്കാർ മുടക്കുന്നത്. ബാക്കി 68% ഓരോരുത്തരുടെ പോക്കറ്റിൽ നിന്നാണ് പോകുന്നത്. അത് നമ്മൾ കുറെ കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാണ്. അതേസമയം സാമ്പത്തികമായി നമ്മുടെ അത്രയും ഒന്നും വരുമാനമില്ലാത്ത ആസാമിൽ അത് 64%, ഹിമാചൽ പ്രദേശിൽ അത് 57%, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 52% അവിടുത്തെ സർക്കാരാണ് മുടക്കുന്നത് ആരോഗ്യ പരിപാലന രംഗത്ത്. അപ്പം അതുകൊണ്ട് നമുക്ക് കേരളം മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സംസ്ഥാന സർക്കാർ തന്നെ എല്ലാ കാര്യങ്ങൾക്കും മുടക്കണം എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ല. സംസ്ഥാന സർക്കാരിന് അതിനുള്ള വരുമാനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇവിടെ ഗവൺമെന്റ് ഇതിനകത്തൊരു പ്രയോറിറ്റി നിശ്ചയിക്കണം. എന്തിനൊക്കെയാണ് നമ്മൾ ഈ പണം മുടക്കുന്നത്? ഇപ്പം ബഹുമാനപ്പെട്ട ധനമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും തമ്മിൽ വലിയ തർക്കം നടക്കുക. അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ച പണത്തിന്റെ ആർ സി സിക്കൊക്കെ കൊടുത്ത അലോട്ട് ചെയ്ത 14 കോടിയിൽ അല്ല 16 കോടിയിൽ നേരെ പകുതിയെ കൊടുത്തിട്ടുള്ളൂ. അപ്പം അത് എന്തിനാണ് ആ പണം വകമാറ്റിയെന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ഏത് കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ഈ പണം വകമാറ്റി? അതെയോ നമുക്ക് ഉദ്ദേശിച്ചതുപോലെ റവന്യൂ കളക്ഷൻ കിട്ടാതെ വന്നിട്ടാണോ എന്നുള്ളതാണ് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, ഞാനൊക്കെ ഒരു ക്രിസ്തീയ വിശ്വാസിയാ. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് പള്ളിയിൽ അച്ഛനോട്, അതായത് കുമ്പസാരിക്കുമ്പോഴും ഡോക്ടറോടും നുണ പറയരുതെന്നാണ്. അതായത് നമ്മുടെ ഡോക്ടർമാരെയൊക്കെ ഒരു ദൈവതുല്യമായിട്ടാണ് ആളുകൾ കാണുന്നത്. അപ്പം അവരോട് തുടർന്ന് പറയും. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു സ്ഥാനം സമൂഹത്തിലുണ്ട്. പക്ഷെ ആ സ്ഥാനമുള്ള ആളുകൾക്ക് സത്യത്തിൽ ലൈഫില്ലെന്ന് ഞാൻ എപ്പോഴും പറയും. അവർക്ക് അവരുടെ കുട്ടിയെ ഒന്ന് സ്കൂളിൽ ചെന്ന് കാണാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ പഠിച്ചവരുടെയോ ബന്ധുക്കളുടെയോ കല്യാണത്തിനൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. അവര് 8 മണിക്കൂർ അല്ലെ 10 മണിക്കൂർ അവർക്ക് സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് ഡോക്ടറെ വിളിച്ചാൽ ഡോക്ടർ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെ സേവനം അനുഷ്ഠിക്കുന്ന ആളുകൾ, ആ ആളുകളിൽ പെട്ട ഒരാളാണ് ഇപ്പം ഒരു തുറന്ന പറച്ചിൽ നടത്തിയിരിക്കുന്നത്. ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തത് കൊണ്ട് എന്നെ കൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്നില്ല, എനിക്ക് രോഗികളോടാണ് കടപ്പാട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൂറ് ആർക്കും തർക്കമില്ലല്ലോ. അപ്പം അദ്ദേഹം കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇട്ട ഒരു പോസ്റ്റ് ഇവിടുത്തെ ഒരു DYFI SFI നേതാവ് പോലും ഇടുന്നതിലും തീവ്രമായ ഇടതുപക്ഷ ആഭിമുഖ്യത്തിലുള്ള പോസ്റ്റ് അദ്ദേഹം ഇട്ടെ. അപ്പൊ അദ്ദേഹത്തിന് ഈ ഗവൺമെന്റിനെ മോശമാക്കണം എന്നുള്ളത് കൊണ്ടല്ല, അദ്ദേഹം നടന്ന് ചെരുപ്പിന്റെ സോള് തേഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പോയി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ കൂഞ്ഞു നിൽക്കേണ്ടി വന്നു. ഇപ്പൊ എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ഇവിടെ പറഞ്ഞു ഈ അഡ്മിനിസ്ട്രേഷൻ ചുമതല ഡോക്ടർമാരിൽ നിന്ന് മാറ്റണമെന്ന്. സത്യത്തിൽ അത് മാറ്റേണ്ടത് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ അവരുടെ സേവനം നമുക്ക് ആ സമയത്തും കൂടി ആതുര സേവനത്തിനാണ് വിട്ടുകൊടുക്കേണ്ടത്, അഡ്മിനിസ്ട്രേഷൻ അല്ല. പക്ഷെ നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്ത് വരികയാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞു നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്തെ ഒരു കുഴപ്പങ്ങൾ കൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ഇങ്ങനെ പ്രതികരിക്കേണ്ടതെന്ന് വന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ അതിനൊരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ സിസ്റ്റത്തിന് വേണ്ടുന്ന മാറ്റം ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്.